കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക. എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. റിലയൻസ് ജിയോയുടെ ഒരു 4G ഫോണുമായി ബന്ധപ്പെട്ട ഒരുപാട് ന്യൂസുകൾ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, യൂട്യൂബ് തുടങ്ങിയ സോഷ്യൽ മീഡിയകളിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഫോണിന്റെ ഫോട്ടോസ്, ഇതിന്റെ ഫീച്ചർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണം ഇന്റർനെറ്റിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് വിശ്വസനീയമായ ചില സോഴ്സുകളിൽ നിന്നും അറിയാൻ സാധിച്ചിരിക്കുന്നത് ഈ ഫോൺ റിലയൻസ് ജിയോയുടെ പുതിയ 4G ഫോൺ ജൂലൈ 21-ന്, അതായത് ഈ മാസം 21-ാം തീയതി ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഏകദേശം 500 രൂപയ്ക്ക് ഈ ഫോൺ വിപണിയിൽ ലഭിക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് ഈ ഫോൺ 500 രൂപയ്ക്ക് ലഭിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ 500 മുതൽ 1500 രൂപയുടെ ഇടയിൽ ഈ ഫോൺ നമുക്ക് വിപണിയിൽ ലഭിക്കാം. എന്തായാലും അത് റിലയൻസ് ജിയോയുടെ സൈഡിൽ നിന്നും ഒഫീഷ്യൽ ആയിട്ടുള്ള അനൗൺസ്മെന്റ് ഉണ്ടായതിനു ശേഷം മാത്രമേ അത് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കത്തുള്ളൂ. 2.4 ഇഞ്ച് ഡിസ്പ്ലേ ലഭിക്കുന്ന ഒരു ഫോണാണ്. അതിനോടൊപ്പം തന്നെ ഇതിൽ ഹോട്ട്സ്പോട്ട് ഫീച്ചർ അവൈലബിൾ ആയിരിക്കും. ലൈവ് ജിയോ TV സർവീസും ഈ ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 4G വോൾട്ടി കണക്ടിവിറ്റി ഈ ഫോണിലുണ്ട്. ഒരുപക്ഷെ ഇതൊരു ഡ്യുവൽ സിം ഫീച്ചർ ഫോൺ ആകാനാണ് സാധ്യത. ഹോട്ട്സ്പോട്ട് കണക്ടിവിറ്റി ഉള്ള ഫോൺ ആയതുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി കപ്പാസിറ്റിയും ഈ ഫോണിൽ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും 3-4 ദിവസങ്ങളിലൂടെ ഉള്ളൂ. അതായത് ജൂലൈ 21-ാം തീയതിയോടുകൂടി ഈ ഫോണുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒഫീഷ്യലായിട്ട് തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഈ ഫോണിന്റെ അവൈലബിലിറ്റി തുടക്കത്തിൽ വളരെ കുറവായിരിക്കും. ഏകദേശം ആഗസ്റ്റ് 15-ഓടുകൂടി ഈ ഫോൺ എല്ലാവർക്കും വാങ്ങാൻ സാധിക്കുന്ന രീതിയിൽ അവൈലബിൾ ആകുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് 1-2 ദിവസം കൂടി വെയിറ്റ് ചെയ്യാം. ഒരുപക്ഷെ ഇത് 500 രൂപയ്ക്ക് നമുക്ക് ഫോൺ ലഭിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ 500-നും 1500-നും ഇടയിലുള്ള ഏതെങ്കിലും ഒരു പ്രൈസിലായിരിക്കാം ഈ ഫോണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റു ചില ന്യൂസുകളും അറിയാൻ സാധിക്കും. ഒരുപക്ഷെ ഈ ഫോൺ നമുക്ക് ഫ്രീ ആയിട്ടും ലഭിക്കാൻ സാധ്യതയുണ്ട്. റിലയൻസ് ജിയോയുടെ ചില ഓഫറുകളാണ് ക്യാഷ് ബാക്ക് ഓഫറുകൾ. അതിലൂടെ റിലയൻസ് ജിയോയുടെ ചില ടേംസ് ആൻഡ് കണ്ടീഷൻ പ്രകാരം നമ്മൾ ഈ ഫോണിൽ മുടക്കിയ പണം നമുക്ക് തിരിച്ചു കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പുതിയ പുതിയ ഓഫറുകളുമായിട്ടായിരിക്കാം റിലയൻസ് ജിയോ ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്തായാലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഈ ഫോൺ 500 രൂപയ്ക്ക് ഒരു വോൾട്ടി ഫോൺ, അതായത് ഹോട്ട്സ്പോട്ട് സപ്പോർട്ടുള്ള ഒരു വോൾട്ടി ഫോൺ നമുക്ക് 500 രൂപയ്ക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രൈസ് റേഞ്ച് എത്രയാണ്? അത് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ബാറ്ററി കപ്പാസിറ്റി എത്രയാണ്? 2.4 ഇഞ്ച് ഡിസ്പ്ലേ സൈസ് ഉള്ള ഫോണാണ്. അതിനോടൊപ്പം തന്നെ റിലയൻസ് ജിയോയുടെ ആപ്ലിക്കേഷനുകളൊക്കെ തന്നെ ഇതിൽ ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ബാറ്ററി കപ്പാസിറ്റി എത്രയാണ്? അതിനോടൊപ്പം തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രൈസ് റേഞ്ച് എത്രയാണ്? ഇത് രണ്ടും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം. അതിനോടൊപ്പം തന്നെ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ഡൗട്ട്സും ഈ വീഡിയോയുടെ താഴെ കമന്റുകളിലൂടെ അറിയിക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.